ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന 43-ാം ദിനം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്നു. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 9-ാം വചനം പറഞ്ഞാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ മോശയുടെ കൈവപ്പ് നേടിയ ജോഷുവ ആത്മാവിൽ പൂരിതനായി ശുശ്രൂഷ ചെയ്തതിനെ കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മക്കളും അവരുടെ വിഷമസന്ധിയിൽ അവർ ആഗ്രഹിക്കുമ്പോൾ, അവർ ഒറ്റപ്പെട്ട സമയത്ത് പലപ്പോഴും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവ ശുശ്രൂഷകരായ ആത്മാവിൽ പൂരിതരായ ആത്മാവിൽ നിറഞ്ഞ നല്ല കൃപാവരമുള്ള ശുശ്രൂഷകരുടെ അനുഗ്രഹം, വൈദികരുടെയും മറ്റ് സിസ്റ്റേഴ്സ് അങ്ങനെ തുടങ്ങി നല്ല ശുശ്രൂഷകരായവരുടെ വേണ്ട സമയത്ത് നല്ല പ്രാർത്ഥനകൾ ലഭിച്ച് ആത്മാവിൽ പൂരിതരായി ജ്വലിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിയമാവർത്തനം 34:9. നൂനന്റെ പുത്രനായ ജോഷ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരിക്കുന്നു, എന്തെന്നാൽ മോശ അവന്റെ മേൽ കൈകൾ വച്ചിരുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അങ്ങേ തേടുവാനുള്ള മനസ്സ് അവർക്ക് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനകളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും കടന്നു വരുമ്പോൾ, പ്രതിസന്ധികളുടെ സമയത്ത് കർത്താവെ അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മീയ ശുശ്രൂഷകൾക്ക് താല്പര്യം പുലർത്തുവാനും അങ്ങനെ നല്ല ആത്മീയ ഉപദേശകരെ ലഭിച്ച് അവരുടെ കൃപാപൂർണമായ കൈവപ്പ് വഴി ഞങ്ങളുടെ മക്കൾ ശക്തിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.